സർക്കിൾസിൽ വരയ്ക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് റെക്റ്റാങ്കിൾ തന്നിരിക്കും, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കും. അതേ ഏരിയ ഉള്ള അതേ പരപ്പുള്ള വേറൊരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിനെ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് 90 ഡിഗ്രി വരച്ചിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കാം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ വരച്ചാലും മതി. 3 സെൻറ്റിമീറ്റർ മുകളിലോട്ടും എടുക്കുക. വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അവിടെ 4 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അപ്പം നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടി. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 3ഉമായി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് ആ ബ്രെഡ്ത്തിനെ താഴേക്ക് മാർക്ക് ചെയ്യാം. അതായത് നോക്കിക്കോ, ഇതാണല്ലോ ബ്രെഡ്ത്ത്. അപ്പോൾ കോമ്പസിൽ ആ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കുത്തി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പഴയ പേര് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ടോട്ടൽ ലെങ്തായിട്ട് വരണം എയും ബിയും, പിന്നെ ഈ പോയിൻ്റാണ് പി. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു, റെക്റ്റാങ്കിളിൻ്റെ സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ബി എന്ന പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒരു റെക്റ്റാങ്കിളിനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ എക്സാമിനാണെങ്കിലും താഴേക്ക് കുറച്ച് സ്പേസ് ഉള്ള പേപ്പർ ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഇനി സ്പേസ് ഇല്ലെങ്കിൽ വേറൊരു പേപ്പർ എടുത്ത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് താഴേക്കാണ് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ബ്രെഡ്ത്തിനെ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ബ്രെഡ്ത്തിനെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 7 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. കറക്റ്റ് 7 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ആ പോയിൻറ്റിലേക്ക് ആ പോയിൻറ്റിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ആ പോയിൻറ്റിലേക്ക് എയിൽ നിന്നും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ബിയിൽ നിന്നും ജോയിൻ ചെയ്യുക. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ, അതായത് ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ADB ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. 3 സൈഡിൻ്റെ വരച്ചാലും കുഴപ്പമില്ല, 2 സൈഡ് മതി. നമുക്ക് ആ മീറ്റിംഗ് പോയിൻ്റ് എടുത്തിട്ട് അതിനെ സെൻറ്ററാക്കി സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് 2 സൈഡിലും, ആ സൈഡിൻ്റെ മുകളിലും താഴെയുമായിട്ട് ആർക്ക് വരയ്ക്കണം. അപ്പോൾ ഇത് ഡിയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ടുണ്ട്, മോർ ദാൻ ഹാഫ് എടുത്തിട്ടുണ്ട്. ഈ DB എന്നുള്ള സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും ഈ സൈഡിലും നമ്മൾ കോമ്പസ് കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. നമ്മൾ കോമ്പസിൻ്റെ മെഷർ മാറ്റുന്നില്ല. എന്നിട്ട് ബിയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. ജോയിൻ ആയില്ലെങ്കിൽ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യാം. ഡോട്ടഡ് ലൈൻ മതി. ഇപ്പോൾ നമ്മൾ
നമ്മൾ DB എന്നുള്ള സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അതേപോലെ തന്നെ AD എന്നുള്ള സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിന് മോർ ദാൻ ഹാഫ് ആണിത്. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് രണ്ട് സൈഡിലും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ ഡിയിൽ വെച്ചുകൊണ്ട് കോമ്പസ് മാറ്റാതെ ഡിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആർക്ക് വരയ്ക്കുകയാണ്. ജോയിൻ ചെയ്യുന്നു. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ആക്കുന്നത്. ആ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ ഞാനൊന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. റെഡ് കളർ കൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻറ്ററാക്കി, അതായത് കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് അതാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തുകൊണ്ട് കോമ്പസ് കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ആ സർക്കിൾ ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിൽ കൂടെയും പോകണം. കണ്ടോ, ആ സർക്കിൾ A കൂടെയും D കൂടെയും B കൂടെയും പാസ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് മാത്രമേ 7 സെൻറ്റിമീറ്ററും തന്നിട്ടുള്ളൂ. ഇതാണ് ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് നമുക്ക് വേണം. ആ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ Pയിൽ നിന്നും ഈ ഒരു പോയിൻ്റ്, ഈ സർക്കിൾ പാസ് ചെയ്ത ഈ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, കണ്ടോ, മനസ്സിലായോ? കണ്ടോ, ഈ ഒരു വിഡ്ത്താണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തായിട്ട് വരുന്നത്, പുതിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളതിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ എടുത്ത് താഴോട്ട് വരയ്ക്കണം. ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ റെക്റ്റാങ്കിൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് പുതിയ റെക്റ്റാങ്കിളിനെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇവിടെ റെക്റ്റാങ്കിളിൽ നിന്ന് റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വേറെ മെഷർ എടുത്ത് നിങ്ങൾക്ക് വരച്ച് പഠിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ അതും കൂടെ പറയാം. PA × PB = PC × PD. PA × PB = PC × PD. നോക്കിക്കേ, PA എന്താ, ആദ്യത്തെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് PA. PB എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ്. PC എന്ന് പറയുന്ന പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്, അതായത് 7 സെൻറ്റിമീറ്റർ. PD ആണ്, PD പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 7 സെൻറ്റിമീറ്ററും PC പുതിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് നമുക്കിപ്പോൾ കിട്ടിയതുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയാസ് ഈക്വലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാവരും പല മെഷർ എടുത്ത് വരച്ച് പഠിക്കുക.